നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസ്ലിമീൻ യദുഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സുനനുകളിലും മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ഒരു മുസ്ലിം അള്ളാഹുവിനോട് ദുആ ഇരക്കുകയായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ ഇരക്കുന്നവന് മൂന്നാലൊരു കാര്യം നൽകും. കട്ടായമാണ്. ഒരു ദുആ നിർവഹിച്ചാൽ ആ ദുആ നിമിത്തം മൂന്നാലൊന്ന് കട്ടായം. ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നുകിൽ ദുആ ഇരന്ന് ചോദിച്ചതെന്തോ അത് പെട്ടെന്ന് അള്ളാഹു നൽകുക എന്നുള്ളതാണ്. രോഗശമനമാണോ, ആഗ്രഹ സഫലീകരണമാണോ, ഉദ്ദേശലബ്ധിയാണോ, കടം വീടലാണോ, ഇഹത്തിൽ ക്ഷേമമാണോ, പരത്തിൽ ക്ഷേമം, എന്താണോ അള്ളാഹുവിനോട് കേണത് അത് പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിക്കുക എന്നുള്ളതാണ് ദുആ കൊണ്ട് മൂന്നിലൊന്നിൽ ദുആ ഇരക്കുന്നവനുള്ളത്. ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു വ ഇമ്മ അൻ യദ്ഖിറഹ ലഹു യൗമൽ ഖിയാമ. രണ്ടാമത്തേതാണ് ഈ ദുആയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ഇരന്നവന് വേണ്ടി പരലോക കോടതിയിലേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ്. അതാണ് ദുആയിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തിൽ മനസ്സിലാക്കേണ്ട ഭാഗവും. നമ്മളൊരു ദുആ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ഈ ദുആ കൊണ്ട് നമ്മൾ ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെയാണ് തേടിയിട്ടുള്ളത് എങ്കിൽ, ഒരു വേള നമ്മൾ തേടിയതെന്തോ അതിലെല്ലാം നമുക്ക് ഗുണവും ഫലവും ഉള്ളത്, നമുക്ക് എന്താണോ ഗുണപ്രദമായത് ഫലപ്രദമായത് അതറിയുന്നവൻ നമ്മൾ ആരോട് ദുആ ഇരന്നോ അവനാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അവൻ നമുക്ക് നമ്മൾ തേടിയത് തരുന്നതിനേക്കാൾ നമ്മളുടെ ഈ ദുആ നമ്മുടെ പരലോക കോടതിയിലേക്ക് മാറ്റിവെക്കുക, വിചാരണയുടെ വേദിയിലേക്ക് നമുക്കൊരു പുണ്യമായി, നമുക്ക് അനുകൂലമായി ഭവിക്കാൻ അതിനെ എടുത്തു വെക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കുമ്പോൾ അതാണ് ഏറ്റവും നമ്മുടെ ദുആയിൽ നമുക്ക് ലഭിക്കാനുള്ള പുണ്യവും ഫലവും വലിയ അനുഗ്രഹവും. കാരണം വിചാരണയുടെ വേദി നമുക്കേറെ പുണ്യങ്ങളും നന്മകളും ആവശ്യമായൊരു വേദിയാണ്. കാരണം അവിടേക്ക് ഉയർത്തെഴുന്നേറ്റ് ആ വിചാരണയിൽ നമ്മൾ തനിച്ചാണ് ആ വിചാരണ നേരിടേണ്ടത്. അവിടെ നമ്മുടെ സമ്പാദ്യം എന്തോ അത് മാത്രമാണ് നമുക്ക് തുണയായി ഗുണമായിട്ടുള്ളത്. ദുനിയാവിൽ നമ്മൾ സമ്പാദിച്ചതിൽ ഏറ്റവും വലിയ സമ്പാദ്യം, നമുക്ക് ഏറ്റവും നിധിയായിട്ടുള്ള സമ്പാദ്യം അത് നമ്മുടെ ദുആയാണ്. നമുക്കുള്ള ഏറ്റവും വലിയ പുണ്യം നമ്മൾ നിർവഹിച്ച ദുആയാണ്. അള്ളാഹുവിന് മുമ്പിൽ വീണ്, അള്ളാഹുവിനോട് കേണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായി, അള്ളാഹുവിന് അവൻ്റെ കഴിവുകളും കെൽപ്പുകളും സമ്മതിച്ച് വകവെച്ച് നീയെല്ലാം ഞാൻ ഒന്നുമല്ല എന്ന നിലയിൽ ആ നാഥനോട് നമ്മൾ അഭ്യർത്ഥിച്ചതെന്തോ അതാണ് നമുക്ക് പരലോകത്ത് ഏറ്റവും വലിയ സമ്പാദ്യം. ആ സമ്പാദ്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എടുത്തു വെക്കാൻ, നമ്മുടെ ആ ഏകാന്തതയിൽ നമ്മൾ തനിച്ചായി വിചാരണയ്ക്ക് വിധേയമാകുന്ന ആ സമയം അവിടത്തേക്ക് നമുക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പ്രസ്താവ്യം. മൂന്നാമത്തേത് ഒരാൾ ദുആ ഇരന്നിട്ടുണ്ടെങ്കിൽ തന്നെ നോക്കി വരുന്നതായ വിപത്തുക്കൾ, തന്നെ നോക്കി വരുന്നതായ തിന്മകൾ, അത് ഈ ദുആക്കനുസരിച്ച് അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളെ വകമാറ്റും, തന്നിൽ നിന്ന് ഒഴിവാക്കും എന്നാണ്. എന്തായാലും ഒരാൾ ദുആ ഇരന്നാൽ അയാൾ ഒരിക്കലും വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ എന്ന് പറഞ്ഞില്ലേ, ദുആ ഇരക്കുന്നവർ ഒരിക്കലും ഭാഗ്യം കെട്ടവനാകൂല, അവൻ അള്ളാഹുവിൽ നിന്നുള്ള ഭാഗ്യത്താൽ കടാക്ഷിക്കപ്പെടും. അത് മൂന്നാലൊരു നിലയ്ക്ക് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടത്. അന്ന് സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന്റെ ധർമ്മവും ഫലവും ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികൾ പറയുന്നുണ്ട്, ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ദുആ വർദ്ധിപ്പിക്കും എന്ന് സഹാബികൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് അല്ലാഹു അക്സർ എന്നാണ്. അല്ലാഹു അക്സർ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏറെ തരും, വർദ്ധിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞത്.